അപ്പോൾ ഇജ്ജ് ചോദിക്കണ മാതിരി ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ ചോദിക്കലുണ്ട്, ഇപ്പോൾ നമുക്ക് പ്രവാസിക്ക് ദുബായ് എന്ന് പറയുമ്പോൾ എന്താണ് ഇത്രയും ഒരു ആവേശം അല്ലെങ്കിൽ ഇത്രയും ഒരു സ്നേഹം എന്താണെന്നുള്ളത്. അപ്പോൾ സംഭവം ശരിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ, കാറ്, ബൈക്ക്, ഇവിടുത്തെ ടാക്സ് ഫ്രീ, അല്ലെങ്കിൽ ഇവിടെ അത്രയും നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനൊക്കെ അപ്പുറമായിട്ട് ദുബായ് നമുക്ക് തരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അതിപ്പോൾ പുറത്തുനിന്ന് ആൾക്കൊക്കെ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല, പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 150-160 രാജ്യത്തു നിന്ന് ആൾക്കാർ ദുബായിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് ആരും നമ്മുടെ വീട്ടിലേക്ക് കുത്തി തുറന്ന് വരില്ല എന്നുള്ളൊരു സമാധാനത്തിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നൊരു ലൈഫ് സ്റ്റൈൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പെങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരെ കൊണ്ട് രാത്രി ഏത് നട്ടപ്പാതിലേക്കും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം. ഇതൊക്കെയാണ് ദുബായ് നമുക്ക് തരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് ദുബായിലേക്ക് വരാനും അല്ലെങ്കിൽ ദുബായിൽ പൈസ ഇടാനൊക്കെ ഉള്ളൊരു ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പാവപ്പെട്ട ഒരു പൈസക്കാർ ഇങ്ങനെ ഒരു വേർതിരിവുണ്ട്. പക്ഷേ ദുബായിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഈക്വൽ ആയിട്ടാണ് അവിടെ താമസിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റും സമാധാനത്തിൽ. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ജനസംതൃപ്തിയിൽ നമ്മുടെ സിംഗപ്പൂരിനും സ്വിറ്റ്സർലാൻഡിനൊക്കെ കടത്തി വിട്ടിട്ടാണ് UAE ഫസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്കിവിടെ ടാക്സ് ഇല്ലാത്ത കാര്യം, ഇവിടുത്തെ ബിൽഡിങ്, കാറ്, ബൈക്ക്, ഇതിനൊക്കെ അപ്പുറമായിട്ട് UAE ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്.